നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വചനം അവിടുത്തേതാണ്, ഞങ്ങളും അവിടുത്തേതാണ്. ഇത് എഴുതപ്പെട്ടത് അവിടുത്തെ പരിശുദ്ധാത്മാവിലാണ്. ഞങ്ങൾക്കിത് ഞങ്ങളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നിയന്ത്രണം ഞങ്ങളുടെ മേൽ തരണം. തക്കതായ വചനം, വാക്കുകൾ ഒരു വിധത്തിലും ഞങ്ങളുടെ സ്വന്തം ചിന്തകൾ കയറി വരാതെ ഞങ്ങളുടെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിനായി ഏൽപ്പിക്കുന്നു. ഈ വചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, മനുഷ്യനെ മനുഷ്യനാക്കുന്ന ദൈവവചനം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ തക്കതായ ശബ്ദം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന നിലവാരത്തിൽ അവിടെ ഞങ്ങളെ കേൾപ്പിക്കണം. ഞങ്ങൾ വിട്ടിട്ട് വന്ന അനേക വിഷയങ്ങളുണ്ട്. എന്നാൽ അതിന്ന് രാത്രിയിൽ ഞങ്ങൾക്കതിനൊരു സമാധാനവും സന്തോഷവും തരാൻ അവിടുന്ന് സഹായിക്കണം. എല്ലാ മഹത്വവും തിരുമേനി അങ്ങേക്കും മാത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് ദയുണ്ടായി കേൾക്കുമാറാകണമേ. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ചില ചിന്തകൾ പങ്കിടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ. ആദ്യമേ തന്നെ ഒരു വാക്ക് ഇവിടെ ഇരിക്കുന്ന വന്യ അച്ഛന്മാരോട്, എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഇടവകാരി അച്ഛൻ CB സൈമൺ അച്ഛൻ, അലക്സ് അച്ഛൻ, തോമസ് വർഗീസ് അച്ഛൻ, ഷിബു അച്ഛൻ, CB സൈമൺ അച്ഛനെയും ഷിബു അച്ഛനെയും കുറേയേറെ കാലങ്ങൾക്ക് മുൻപ് പരിചയമുണ്ട്. പക്ഷേ കാണുന്നത് ഇപ്പോഴാണ്. ഇവിടെ തോലശ്ശേരിക്കാരൻ മറ്റൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ഒരു ഷിബു സാറ്. അദ്ദേഹം ഏറ്റവും പുറകിലിരിപ്പുണ്ട്. അനുഗ്രഹീതമായ, ഞാൻ ഓർക്കുകയായിരുന്നു, ഈ പള്ളി ഒരു ഡിജിറ്റൽ എഫക്റ്റാണ്. ഇതിനകത്ത് നിൽക്കുന്നതൊരു പ്രത്യേക സന്തോഷം. ഒരു പക്ഷേ ഒരു പകുതി ഭാര്യ മർത്തോമക്കാരത്തി ആയതുകൊണ്ടാണോ വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. ലഭിച്ച ഈ വിലയേറിയ ക്ഷണം മർത്തോമ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു CSIക്കാരന് ലഭിച്ച ഒരു വലിയ ആദരവിനും എല്ലാറ്റിനും നന്ദി പറയുന്നു. പാട്ടുകൾ പാടിയ കൊയറങ്ങളോട് നന്ദി. കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, കപ്പ്യാരച്ചായൻ, എല്ലാവരോടും ഒരു വാക്കിൽ നന്ദി പറയുന്നു. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. മുഴുവനും വായിക്കുന്നില്ല. ഈ ഭാഗം നമുക്ക് നന്നായി അറിയാവുന്ന ഒരു ഭാഗമാണ്. ഇതിൻ്റെ ശരിയായ നിലവാരത്തിൽ ഈ ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കി ധ്യാനിച്ചാൽ, പഴയ നിയമം ഇറ്റ് ഈസ് ഫുൾ ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് ട്രൂത്ത്സ്. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത, പുതിയ നിയമത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു പ്രത്യേകമായ ശൈലിയിൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഭാഗം വായിച്ചപ്പോൾ മനസ്സിൽ വന്ന ഒരു പ്രത്യേക കാര്യം,
മനുഷ്യൻ എന്ന് പറയുന്നത് മാൻ ഇസ് ഗോഡ്സ് മെത്തേഡ്. ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മനുഷ്യൻ, സ്ത്രീ ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ. ബട്ട് ദ ചർച്ച് ഈസ് ലുക്കിംഗ് ഫോർ ബെറ്റർ മെത്തേഡ്സ്. പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ സഭ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. സഭ എന്ന് പറയുമ്പോൾ നിഖ്യാവിശ്വാസ പ്രമാണം വായിച്ചപ്പോൾ എൻ്റെ മോള് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഈ കാത്തോലിക്ക സഭയിലും ഞാൻ വിശ്വസിക്കുക, അപ്പം CSI കാരനായിട്ട് കത്തോലിക്ക സഭയിലും വിശ്വസിക്കണമെന്നാണോ? അല്ല, യൂണിവേഴ്സൽ എന്നർത്ഥത്തില. ചർച്ച് ഈസ് ലുക്കിംഗ് ഫോർ ബെറ്റർ മെത്തേഡ്സ്, പുതിയ 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 ആവിഷ്കാരങ്ങൾ. പക്ഷേ ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ ബെറ്റർ പേഴ്സൺ. ദൈവം തമ്പുരാൻ ഒരു വേറിട്ട ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഭാഗം എടുക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അനേക കാര്യങ്ങൾ കടന്നു വന്നു. എന്താണ് ഈ കൺവെൻഷന്റെ ഒരു പ്രത്യേകത? പ്രീച്ചേഴ്സ് ആർ നോട്ട് സർമൺ മേക്കേഴ്സ്. പിന്നെ ഈ പ്രസംഗകരാരാണ്? ഇവരെല്ലാം ഈ പ്രസംഗകരുടെ ഒരു പ്രത്യേക കുഴപ്പമുണ്ട്, എങ്ങനെങ്കിലും ഒരു പ്രസംഗം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ അതല്ല, പ്രീച്ചേഴ്സ് ആർ നോട്ട് സർമൺ മേക്കേഴ്സ്. പിന്നെ ഇതാരാണ്? മാൻ മേക്കേഴ്സ്. അതിൻ്റെ ശേഷം അടുത്ത പടി സെയിന്റ് മേക്കേഴ്സ്, വിശുദ്ധ പദവിയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു കാര്യം. അതുകൊണ്ട് ഒരു പ്രീച്ചറിനെ എന്നെ സെലക്ട് ചെയ്തതിലല്ല, സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വാട്ട് മേക്സ് എ പ്രീച്ചർ. ഒരു പ്രസംഗകനാക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രയർ ദാറ്റ് മേക്സ് എ പ്രീച്ചർ. പ്രാർത്ഥനയാണ് ഒരു പ്രസംഗകനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അങ്ങനെ രൂപപ്പെട്ട ഒരു വ്യക്തിയെ സ്വർഗം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കൈവേലയ്ക്കായിട്ട്. അതാണ് നമ്മളിവിടെ മുഴുവനുമായും കാണുന്ന ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യം. ഞാൻ ഇന്നത്തേക്ക് ഇതിന് കൊടുക്കുന്ന ഒരു കാര്യം, മേക്കിംഗ് എ മാൻ ഓഫ് ഗോഡ്. അതാണ് ഇന്നത്തേക്കുള്ള എൻ്റെ ഈ പ്രത്യേക ഭാഗത്തു നിന്നുള്ള ചില പ്രത്യേകമായിട്ടുള്ള ചിന്താവിഷയം. മേക്കിംഗ് എ മാൻ ഓഫ് ഗോഡ്. മാൻ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് പിണക്കം ഉണ്ടാകരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻക്ലൂസീവ്. ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. മേക്കിംഗ് എ പേഴ്സൺ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ എ മാൻ ഓർ എ വുമൻ ഓഫ് ഗോഡ്. ഇവിടുത്തെ പ്രത്യേകത നമ്മൾ വായിക്കുന്നത്, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ യഹോവ ശമൂവേലിനോടൊരു കാര്യം പറയുകയാണ്. അനന്തരം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളി, എന്നിട്ട് നീ അവനെക്കുറിച്ച് എത്രത്തോളം നീ ദുഃഖിക്കുക, എന്നിട്ട് ഒരു കാര്യം, ഒരു ദൗത്യവുമായിട്ട് പുറപ്പെടുന്നു. വേറൊന്നും കൊണ്ടുമല്ല, അവന്റെ മക്കളിൽ, ഈശായുടെ മക്കളിൽ ഞാൻ ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നു. നോക്കിക്കേ, ഈ പ്രത്യേകമായിട്ടുള്ള ഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്യണം. ഇവിടുത്തെ പ്രത്യേകത കണ്ടോ? ശൗലിന്റെ രാജസ്ഥാനം നീങ്ങി. ഗോഡ് വാണ്ട്സ് എ പെർമനന്റ് കിങ്ഡം. ദൈവത്തിനൊരു പ്രത്യേകമായ ആടി ഉലയുന്ന ഒരു രാജ്യം സ്ഥാപിക്കാനല്ല, പിന്നെയോ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് രാജാതി രാജാവായി കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഹി ഈസ് ലുക്കിംഗ് ഫോർ എ മാൻ ഓഫ് ഗോഡ്. ഒരു മനുഷ്യനെ ദൈവം തമ്പുരാൻ നോക്കുന്നു. മറ്റുള്ളവർ they are looking for better methods, but God is looking for a better person. എന്തിനാണ്? അനേക സിംഹാസനങ്ങൾ ആടി ഒലഞ്ഞു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥിരമായ ഒരു സിംഹാസനത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരുക്കുന്നത് ഒരു വ്യക്തിയെയാ. ദൈവത്തിന് സ്തോത്രം.
ഇതാണ് നമ്മളിവിടെ കാണേണ്ടത്. അതുകൊണ്ട് മേക്കിംഗ് എ മാൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഏത് നിലവാരത്തില? ഇവിടെ ദാവീദ് എന്ന ഒരു വ്യക്തിത്വത്തെ എടുത്ത് ആ ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് 3 കൂട്ടം കാര്യങ്ങൾ സമയത്തിന്റെ ബന്ധിതമായി പറയാൻ ആഗ്രഹിക്കുന്നു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവിടെ ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഭാഗങ്ങൾ മുഴുവനും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇൻ എ ഹ്യൂമൻ ബ്രേക്ക് ഡൗൺ, ഒരു തകർച്ചയിൽ, ഒരു മാനുഷിക തകർച്ചയിൽ ദൈവത്തിന് ചില 2 കൂട്ടം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ആഗ്രഹമുണ്ട്. ഒന്ന്, മാഗ്നിഫൈങ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുണയെ പ്രദർശിപ്പിക്കുക, ടു മാഗ്നിഫൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. 2, എന്താ പ്രത്യേകത എന്നറിയാമോ? ടു ഡിലൈറ്റ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ടു ഡിലൈറ്റ്, സന്തോഷിക്കുക. എന്തിനാണെന്നറിയാമോ? വേറൊന്നുകൊണ്ടുമല്ല, ടു വർക്ക് അപ്പോൺ എ പ്ലാറ്റ്ഫോം. അതായത് എൻ്റെ ജീവിതത്തെ ഒരു പ്ലാറ്റ്ഫോമാക്കി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും എന്ന് ദൈവത്തമ്പുരാന് പ്രവർത്തിക്കുവാൻ ഒരു പ്ലാറ്റ്ഫോമായി എന്നെ ഉപയോഗിക്കുവാൻ, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരെ ഉപയോഗിക്കുവാൻ, ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരും ഉപയോഗിക്കുവാൻ. എന്തിനാ? ഒരു സ്ഥിരമായ ഒരു രാജ്യം സ്ഥാപിക്കേണ്ടതിന് സ്വർഗം ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്നു. ടു വർക്ക് ഓൺ യുവർ പ്ലാറ്റ്ഫോം. നമ്മളിപ്പോഴത്തെ മൊബൈലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലാറ്റ്ഫോം, എല്ലാം ഒരു പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ ഈ എഞ്ചിനീയർമാർക്ക്, കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർക്ക് അറിയാവുന്ന ഒരു കാര്യം, ഒരു പ്ലാറ്റ്ഫോമാണ്. എന്താണ്? ചിലർ പറയും അത് ജാവയാണ്, അതാണിത്. എനിക്കറിയില്ല, പക്ഷെങ്കിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ടു വർക്ക് ഓൺ എ പ്ലാറ്റ്ഫോം, എന്നിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ത്രൂ എ ബ്രേക്ക് ഡൗൺ, ഒരു തകർച്ചയ്ക്കകത്തൂടെ ദൈവത്തിന് 2 പ്രവൃത്തികളുണ്ട്. ടു മാഗ്നിഫൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആ കൃപയെ പ്രദർശിപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. 2, ടു ഡിലൈറ്റ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആ സന്തോഷത്തിൽ. എന്തിനാ സന്തോഷിക്കുന്നത്? when God works through me, എന്നിലൂടെ പ്രവർത്തിക്കുമ്പോൾ, ആസ് എ പ്ലാറ്റ്ഫോം, ഞാനും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഞാനൊരു ഉപകരണമായി തീരുമ്പോൾ, ഐ ഡിലൈറ്റ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഈ ദാവീദിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ, ഈ ദാവീദിന്റെ ജീവിതം എന്ന് പറയുന്നത് 2 കൂട്ടം കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും. ഒന്നാമത്തെ പ്രത്യേകത കൺവേർഷന. ഹി വാസ് എ കൺവേർട്ടഡ് പേഴ്സൺ. എങ്ങനെയാ? ഒരു സാധാരണ വ്യക്തിത്വം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ കൺവേർഷൻ അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിറക്കിൾ ഓഫ് എ മൊമെന്റ്. ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് ഒരു മാനസാന്തരം എന്ന് പറയുന്നത്. എന്നാൽ ഒരു വിശുദ്ധൻ ഈസ് എ മാനുഫാക്ചറിങ് ഓഫ് എ ലൈഫ് ടൈം. ഒരു ജീവിതം മുഴുവനും എടുക്കും, ഒരു കാലഘട്ടം മുഴുവനും എടുക്കും, ഒരു ആയുസ് മുഴുവനും എടുക്കും ഒരു വ്യക്തിയെ വിശുദ്ധനായി കാണുവാൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ബില്ലി ഗ്രഹാം സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. എന്നാന്നറിയാമോ? ക്രിസ്ത്യൻ ലൈഫ് ഹാസ് ടു ബി എ പ്രൂവൺ ലൈഫ്. അത് ആളുകളുടെ മുമ്പിൽ അതെങ്ങനെ കാണിച്ചു കൊടുക്കണം? യു ഷുഡ് പ്രൂവ് ദാറ്റ് യു ആർ എ ക്രിസ്ത്യൻ. എന്തുകൊണ്ടാ? ഒരു സങ്കീർത്തനം എടുക്കാം. 51-ാം സങ്കീർത്തനത്തിലെ 13-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. എന്താണ് ആ വാക്യം? 51-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യം. അവിടെയാണ് ഇവിടെ ദാവീദിന്റെ ജീവിതത്തെ ഏറ്റവും യൂണീക്കായി വ്യത്യസ്തമാക്കി നിർത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 51-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇവിടെ ഒരു വാക്യമുണ്ട്. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. എപ്പോ? when you prove that you are a Christian, when you prove that you are a child of God.
അല്ലാതെ ഇപ്പോൾ കുറെ ആളുകള് വേദപുസ്തകത്തിന്റെ അറ്റം മൂലം അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് പറയാനുള്ളതല്ല ഈ മാർഗം. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. ഞാൻ ചോദിച്ചോട്ടെ, ഒരാളോട് ഒരു കാര്യമൊന്ന് ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു അണ്ടർഗോ ചില പ്രോസസ്സിനകത്തൂടെ ഞാൻ കടന്നുപോയേ മതിയാകത്തുള്ളൂ. അത് ചിലപ്പോൾ രോഗമാകാം, അത് ചിലപ്പോൾ ദുഃഖങ്ങളാകാം, അത് ചിലപ്പോൾ നീണ്ട കാലയളവിലുള്ള ഒരു ശാന്തതയാകാം, ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാത്ത പല അനുഭവങ്ങളാകാം. ബട്ട് ദാറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ടു വർക്ക്. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്ലാറ്റ്ഫോമായി എന്നെ ഉപയോഗിക്കുന്നത്. എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇപ്പോൾ കർണാടകയിലെ ഒരു സ്ഥലത്താണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു ഹൈന്ദവനാണ്. അതായത് ഒരു മാനസിക രോഗിയായി 2 വർഷത്തോളം ചങ്ങലയിൽ കിടന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കൂടെ പഠിച്ചതാ. ഞങ്ങൾ ഒരുമിച്ച് ചങ്ങലയിൽ കിടന്നിട്ടില്ലെന്ന് മാത്രം. പക്ഷെങ്കിൽ വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒന്നുമില്ല. ഈ മനുഷ്യൻ അനേകം നാളുകൾ ചങ്ങലയ്ക്കകത്ത് 2 വർഷത്തോളം മാനസികമായി ഭ്രാന്തിൻ്റെ എക്സ്ട്രീം ലെവൽ. പക്ഷെ ദൈവത്തിന് പ്രസാദം തോന്നി ആ മനുഷ്യനെ തൊട്ടു. പൂർണ്ണ സൗഖ്യം. ഇനിയാണ് അടുത്ത സ്റ്റേജാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ദർശനത്തെ ദൈവം തമ്പുരാൻ കൊടുത്തു. കർണാടകയിലെ ഒരു വലിയ ഒരു വ്യക്തിത്വമായി അദ്ദേഹം ഇപ്പം മാറിയിട്ടുണ്ട്. ഏകദേശം 1500 മെമ്പേഴ്സ് തന്നെ അദ്ദേഹത്തെ, ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചാണ്. ഏകദേശം 1000-1500 ആളുകൾ കർത്താവിനെ ആരാധിക്കുന്നു. അതിനകത്ത് ഭൂരിഭാഗം ആളുകളും മാനസികമായ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ പ്രാപിച്ചവർ. പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ ചിലരിലൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്തിനാണെന്നറിയാമോ? ടു മാഗ്നിഫൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. To magnify the grace of God. 2, to delight in the spirit of the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ വലിയവനാകത്തില്ല, എനിക്ക് സന്തോഷിക്കാം. ഞാനൊരു പ്ലാറ്റ്ഫോം ആയപ്പോൾ അനേകർ കർത്താവിലേക്ക് വന്നു. So I delight in the spirit of the Lord. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോൾ then will I teach the transgressors. അതാണ് അവിടെ വായിക്കുന്നത്, അവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കലേക്ക് മനംതിരി. ഇവിടെ ഒരാൾ പറഞ്ഞ് ആരും കേൾക്കത്തില്ലല്ലോ, പിന്നെ എന്താണ് കാരണം? ആളുകൾ മനം തിരിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യമുണ്ട്, ഒരു രഹസ്യമായ ഒരു കടന്നുപോക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിലും അത് അപ്രകാരം. ഞാൻ ഇപ്രകാരം പറയട്ടെ, ഞാൻ ഇതുപോലുള്ള ഒരു വേദികൾ, അത് ഏതെങ്കിലും വേദികളായിക്കൊള്ളട്ടെ, വേദികളുടെ മഹത്വം പറയാനല്ല, നിർത്തുന്നുവെങ്കിൽ ഞാൻ കടന്നുപോയ ഒരു നീണ്ട കാലത്തിലെ ചില അനുഭവങ്ങൾ നിമിത്തം മാത്രമാണ്, അല്ലാതെ എൻ്റെ മിടുക്കുകൊണ്ട് ഇവിടെ നിർത്തിയതല്ല. ചില അനുഭവങ്ങൾ, കുറേ തിയോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾക്കുള്ള അറിവുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എപ്പോഴാണ് എനിക്ക് പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ കഴിയുക? when I become a platform for the glory of the Lord. ഞാനെപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വത്തിന് ഒരു പ്ലാറ്റ്ഫോമായി തീരുന്നുവോ? ഡേവിഡ്, യു ആർ എ പ്ലാറ്റ്ഫോം. ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരു സ്ഥിരമായ ഒരു സിംഹാസനം രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുന്നു. ചോദിക്കട്ടെ, ഒരു യേശു കുഞ്ഞ് പിറക്കുവാൻ ഒരു ഗർഭപാത്രം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞ് ഈ കൺവെൻഷൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞോട്ടെ, God is calling you as a platform to work for the glory of the Lord. ദൈവത്തിൻ്റെ ആ ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? ഞാനൊരു പ്ലാറ്റ്ഫോമായി തീരുവാൻ. ഡേവിഡ്, യു ആർ എ പ്ലാറ്റ്ഫോം.
എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്? അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഈ 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാം പറയാൻ സൗകര്യപ്പെടത്തില്ല, എങ്കിലും പറയാവുന്ന കാര്യങ്ങൾ. എങ്ങനെ, ഹൗ ഹി ബിക്കേം എ പ്ലാറ്റ്ഫോം. എന്തിനാണത്? നമ്മളിവിടെ എല്ലാവരും ഒരു സമയത്ത്, ഞാൻ ഈ ഒരു വേലയ്ക്ക് ഇറങ്ങിയിട്ട് 20 വർഷം പൂർത്തീകരിച്ചു, 20 years-ആയി. പക്ഷേ ഒരുപാട് കാര്യങ്ങളൊക്കെ പലരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, മാറി നിന്ന് ശ്രദ്ധിക്കുന്നൊരു കൂട്ടത്തില്ല. എന്നാൽ ഇവിടുത്തെ ഈ പ്രത്യേകത, ഈ ഭാഗം അനേകർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഈ ഒരു ചിന്ത കയറി വന്നപ്പോൾ, എന്താണ് ഇവിടെ ഒരു സുവിശേഷം അടങ്ങിയിട്ടുണ്ട്? എന്താണ് ആ സുവിശേഷം? ഡേവിഡ്, he is becoming a channel for the gospel. എന്താണത്? ഒരു വാക്യം എടുക്കാം. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ആർക്കെങ്കിലും ഒന്ന് വായിച്ചു തരാൻ മനസ്സുണ്ടെങ്കിൽ സന്തോഷമാണ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാമോ? 2 തിമോത്തിയോസ് 2:8. ഉറക്കെ ഒന്ന് വായിച്ച്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ നോക്കുക, ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. നോക്കിക്കേ, ഇവിടെ ദാവീദ് ആരായി മാറി? എ പ്ലാറ്റ്ഫോം ഫോർ ദ ഗോസ്പൽ. യെസ്, നമ്മൾ നോക്കുക, നമ്മുടെ ഇപ്പൊ ഇന്ത്യ ഇപ്പൊ ഒരു വലിയൊരു ഇലക്ഷനിലേക്ക് പോവുക. നമ്മുടെ ഈ നമ്മളൊരു തദ്ദേശ സ്വയംഭരണ ഒരു ഇലക്ഷനിലേക്ക് നമ്മളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു സിംഹാസനവും ഇവിടെ പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല. എന്നാൽ ഒരു സിംഹാസനം ഉറപ്പിക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരു പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ടെക്നോളജി പ്രകാരം ഒരു ഗൂഗിൾ പ്ലാറ്റ്ഫോം ആണെങ്കിൽ, ഇന്നത്തെ ടെക്നോളജി പ്രകാരം AI-യുടെ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ടെക്നോളജി വർദ്ധിക്കും തോറും മനുഷ്യന്റെ അകൽച്ച വർദ്ധിക്കുന്നതല്ലാതെ പ്രിയപ്പെട്ടവരെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ മാൻ. ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്നു. അതൊരു സ്ത്രീ ആയിക്കൊള്ളട്ടെ, ഒരു പുരുഷനായിക്കൊള്ളട്ടെ. എന്ത് വേണം? ആ പ്ലാറ്റ്ഫോമിൽ 2 കൂട്ടം കാര്യം വേണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒന്ന് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൃപ. 2 ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഇത് രണ്ടും അടങ്ങിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് ദാവീദിനെ ദൈവത്തിന്റെ നിയോഗം അവിടെ നമുക്ക് കാണാൻ കഴിയുക. എന്തിനാണ് ഈ 2 കൂട്ടം കാര്യങ്ങളുടെ ആവശ്യകത? എന്തിനാണ് ഈ 2 കൂട്ടം കാര്യങ്ങൾ? എന്തിനാണ് ഞാനും നിങ്ങളും ഈ ഭൂമുഖത്തായിരിക്കുമ്പോൾ വി നീഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട്, ഇല്ലേ? 2, വി നീഡ് ദ വർക്ക് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമില്ലേ? എന്തിനാ? ഫോർ വാട്ട്? ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വിശ്വാസം ചോദ്യം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ 2 കൂട്ടം കാര്യങ്ങളില്ലാതെ യു കനോട്ട് ടെസ്റ്റിഫൈ ഗോഡ്. നമുക്കൊരു കാലത്തും ദൈവത്തെ നമുക്ക് സാക്ഷീകരിക്കാൻ കഴിയത്തില്ല. ഈ 2 കൂട്ടം കാര്യങ്ങൾ നമുക്ക് അനിവാര്യമാണ്, പ്രിയപ്പെട്ട ദൈവമക്കളെ. സോ ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ സ്പിരിറ്റ് ഫിൽഡ് മാൻ. ഒരു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിത്വത്തെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ഇതാണ്, ആരൊക്കെയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ? നമുക്ക് ഉത്തരങ്ങൾ ഒന്നും കിട്ടത്തില്ല. അത് നമുക്ക് വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് അവർ പാർട്ട്. അത് നമ്മുടെ കാര്യമല്ല. പിന്നെ അതെന്താണ്? ലോകസ്ഥാപനത്തിന് മുന്നമേ അവിടുന്ന് അത് ചെയ്തെടുത്തു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് ഇന്നും പ്രസക്തി വർദ്ധിക്കുന്നതല്ലാതെ അത് കുറയുന്നില്ല. എന്താ അതിന് കാരണം? നമ്മുടെ കുറവ്, നമുക്ക് ഒരു അനാസ്ഥയുണ്ട്, അല്ലെ നമ്മുടെ താല്പര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾക്ക്, പീപ്പിൾ നീഡ് ദ ലോർഡ്, ആളുകൾക്ക് ദൈവത്തെ ആവശ്യമുണ്ട്. പക്ഷെ ഏത് നിലവാരത്തിലാണ് അത് കൊടുക്കാൻ കഴിയുക? അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ മനുഷ്യനെ ഏത് നിലവാരത്തിലാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഈ കർത്താവിനെ ഓർത്തുകൊള്ളാനാ പറയുന്നത്. കാരണം എന്താ? ഇതാണ് ഞങ്ങളുടെ സുവിശേഷം. ദിസ് ഈസ് ദ ഗോസ്പൽ. ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊരു വലിയൊരു കൊടുങ്കാറ്റ. മറ്റു പലതിനെ നീക്കിക്കളയുമ്പോൾ
ഏറ്റവും വിലപ്പെട്ടതിനെ പുറത്തു കൊണ്ടുവരും. അതാ സുവിശേഷത്തിൻ്റെ കാറ്റ്. ചോദിക്കട്ടെ, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് എത്ര വാല്യുബിളായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്? ഇതിൻ്റെ മൂല്യം വർദ്ധിച്ചതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? സുവിശേഷത്തിൻ്റെ കാറ്റടിച്ചു, എന്നെയും നിങ്ങളെ മൂല്യമുള്ളവരാക്കി തീർത്തു. ഇതിൻ്റെ ഒരു സുഗന്ധം മാത്രമേ പാരമ്പര്യമായി പോലും പറയാൻ നമുക്കുള്ളൂ, അല്ലാതെ ഒരു കാര്യവും നമുക്കില്ല. എന്നാൽ ഈ ദാവീദിനെ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് പെട്ടെന്ന് ജനിപ്പിച്ച് പെട്ടെന്ന് അങ്ങോട്ട് വളർത്തി പെട്ടെന്ന് അങ്ങോട്ട് ഒരു ചാനലാക്കി തീർത്തതല്ല. പിന്നെ നമ്മളിവിടെ കാണുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നത്. നമ്പർ 1, ഒന്നാമത്തെ കാര്യം നമ്മൾ അവിടെ കാണുന്നു. ഇവിടുത്തെ പ്രത്യേകത അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിനെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും, എന്നിട്ടൊരു വലിയ ദൗത്യവുമായി പുറപ്പെടുക, കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഈശായുടെ അടുക്കൽ അയക്കും. വാട്ട് ഈസ് ദ നമ്പർ 1? ദ പ്രിൻസിപ്പിൾ ഓഫ് ഗോഡ്സ് ചോയ്സ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺട്രറി ടു ഹ്യൂമൻ റീസൺ. മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കോ മനുഷ്യന്റെ ആശയങ്ങൾക്കോ മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായിട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണാൻ കഴിയും. നോക്കാം, ഈ ദാവീദിനെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഈ ദാവീദിനെ കുറിച്ച് സ്വന്തം സഹോദരൻ പറയുന്ന ഒരു വാക്യം നമുക്ക് വായിക്കാം. 17-ാം അധ്യായത്തിലേക്ക് വരാം. 17-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവരോട് അവൻ സംസാരിക്കുന്നത് തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ടു. എന്നിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്, ദാവീദിനോട് എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? കോപിച്ചു. ഇനി അടുത്ത വാക്യമാ, നീ ഇവിടെ എന്തിനാടാ വന്നേ? അടുത്തത്, മരുഭൂമി നിനക്കൊരു പണി തന്നിട്ടില്ലേ, നീ മര്യാദയ്ക്ക് ആ പണി ചെയ്താൽ പോരെ. അടുത്തത് ക്വാളിഫിക്കേഷനാ, നിന്റെ അഹങ്കാരി, നീ ഒരു മഹാ അഹങ്കാരിയാ, നീ ഒരു നിഗളഭാവമുള്ളവനാ. നീ എന്തിനാ വന്നത്? ഇവിടെ നടക്കുന്ന പട കാണാനല്ലേ നീ വന്നത്? ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ദൈവത്തിൻ്റെ പ്രമാണം കണ്ടോ? ഇറ്റ് ഈസ് കോൺട്രറി ടു ഹ്യൂമൻ റീസൺ. ഇറ്റ് ഈസ് കോൺട്രറി ടു ഹ്യൂമൻ റീസൺ. ഇത് പറയുമ്പോൾ എൻ്റെ ഒരു ജീവിത അനുഭവം കൂടെ ഒന്ന് ചേർത്ത് പറയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഞാൻ വളരെ പുറകോട്ടാണ്. 1 മാർക്ക് കഷ്ടിച്ച് കിട്ടണമെന്ന് ഒരുപാട് എൻ്റെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ട്. 1 മാർക്ക് ജയിക്കണമെന്ന് പോലും ആഗ്രഹിച്ചിട്ടില്ല. 1 മാർക്ക്. എൻ്റെ അമ്മയുടെ അപ്പൻ ഒരു ഉപദേശിയാണ്. CSIയിലെ ദീർഘകാലങ്ങൾ CSIയിൽ ഒരു ഉപദേശിയായി പ്രവർത്തിച്ച ഒരാളാണ്. ഞാനിങ്ങനെ പഠിച്ചൊക്കെ വന്നു, കഷ്ടിച്ച് ഉന്തിയും തള്ളിയും ഒക്കെ പോയി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ അപ്പച്ചൻ മരിക്കുന്നതും. ഈ എൻ്റെ അമ്മയുടെ പിതാവ്, അദ്ദേഹം നന്നായി സുവിശേഷം പ്രസംഗിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ 78 വയസ്സുണ്ട്. അതായത് ഒരു 90 വയസ്സ് അല്ലെങ്കിൽ ഒരു 80 വയസ്സിന് 85 വയസ്സിനകത്ത് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ അദ്ദേഹത്തെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അറിയത്തുള്ളൂ. CSIയിൽ, മാർത്തോമായിലല്ല. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ ഈ അപ്പച്ചൻ്റെ കൂടെ ഞാൻ എൻ്റെ കൊച്ചു പ്രായം തൊട്ട് അപ്പച്ചൻ മരിക്കുന്നിടം വരെ എല്ലാ അവധിക്കും 2 മാസം അപ്പച്ചൻ്റെ കൂടെയാണ്. അപ്പച്ചനെ പഴയ പാട്ടുകൾ പഠിപ്പിക്കും, വേദപുസ്തകം. അപ്പച്ചൻ നന്നായിട്ട് കഥാപ്രസംഗം നടത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ നല്ല രസകരമായ വിധത്തിൽ അദ്ദേഹം ഒരു കാര്യത്തെ അവതരിപ്പിക്കും. നല്ല മലയാള ശുദ്ധി എല്ലാം ഉള്ള ഒരാളാണ്. വലിയ അറിവ് എനിക്കൊന്നുമില്ല, പക്ഷെ ഇത് കേട്ടും കണ്ടും കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് പഠിച്ചൊരു ശൈലി എനിക്കുണ്ട്. അതുകൊണ്ട് ഒത്തിരി പഴയ കാല പാട്ടുകൾ, 30കൾ 40കളിലൊക്കെ പഴയ പാട്ടുകൾ, ഒരു വലിയ സമാഹാരം എൻ്റെ തലക്കകത്തുണ്ട്. പക്ഷെ പാടുന്നില്ല, കാരണം അത് ശരിയാകത്തില്ല.
എന്നാൽ ഈ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞു. ഒരു നീണ്ട കാലയളവ് ഞാൻ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ എൻ്റെ ആയുസ് കുറേ കഴിഞ്ഞു. കാരണം വലിയ വിദ്യാഭ്യാസമോ അല്ല വലിയ ഒരു അറിവും കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല. എന്നാൽ എൻ്റെ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത മകൻ, എൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ആങ്ങള, ഒരു ദിവസം ഒരു രാവിലെ വീട്ടിൽ വന്നു. ഒരു കറുത്ത പുസ്തകം അപ്പച്ചൻ്റെ കയ്യിലുണ്ട്. ഞാനോർത്ത് വല്ല മുട്ടായിയോ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പച്ചൻ്റെ നിന്ന് അത് പിടിച്ചു. തന്നൊരു കറുത്ത പുസ്തകമാണ്. ആ കറുത്ത പുസ്തകത്തിനകത്ത് അപ്പച്ചൻ വലിയ സന്തോഷത്തോടാണ് പറയുന്നത്, അത് ഒത്തിരി പുസ്തകങ്ങൾ അപ്പച്ചൻ്റെ ചെതലരിച്ചു പോയി. ഈ ഒരു പുസ്തകം മാത്രം അപ്പച്ചൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ കയ്യിൽ കൊണ്ടു തരാനായിട്ട് വന്നു. അതിനകത്തൊരു എഴുത്തെഴുതിയിരിക്കുന്നു, ഞാൻ എന്ന് മരിക്കുന്നു ആരെങ്കിലും ഈ പുസ്തകം കണ്ടാൽ എൻ്റെ കൊച്ചുമകൻ ഷെറിലിൻ്റെ കയ്യിൽ അത് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അന്നാണ് എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗം. പഠനത്തിൽ പുറകോട്ട്, എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കാത്തൊരു മനസ്സ്, ആഗ്രഹമുണ്ടെങ്കിൽ പോലും പഠിച്ചെടുക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരു പ്ലാറ്റ്ഫോമാക്കി ഉപയോഗിക്കുന്നു എങ്കിൽ, ഞാനിവിടെ നിൽക്കുന്നതൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ എന്നെ ഞാനാക്കി തീർത്തത് എന്തെങ്കിലും 2 വാക്ക് പറയാൻ കഴിയുമെങ്കിൽ അതൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദാറ്റ് വാസ് ദി എവിഡൻസ് ഫോർ ദ കോളിംഗ് ഓഫ് ദ ലോർഡ്. അതായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു എവിഡൻസ് ആയിരുന്നു അന്ന് എൻ്റെ കയ്യിൽ ലഭിച്ചത്. അന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ വർഷങ്ങളും എനിക്ക് പുണ്യമായ വർഷങ്ങളാണ്. അതെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അവിടെ ഈ ഓരോ കാലയളവിൽ, ഇവിടെ ദാവീദിനും ഒരു കാലഘട്ടം പറയാനുണ്ട്. നമുക്ക് നോക്കാം, ഈ ദാവീദിന്റെ ജീവിതാനുഭവം എടുത്തു നോക്ക്. ഈ ദാവീദിന്റെ സ്വന്തം സഹോദരൻ പറയുന്ന വാക്ക്, ഏലിയാവ് ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ. അവിടെ ഒരു കാര്യമുണ്ട്, ശമൂവേൽ പ്രവാചകൻ 1-ാമത്തെ ആളിൽ പണി തീർക്കാമെന്ന് വിചാരിച്ചു വന്നയാളാ. പക്ഷെ 1, 2 തീരുന്നില്ല. അയ്യോ, ഇതെന്ത് പരിപാടിയാണ് ഇത് സംഭവിക്കുന്നത്? 2, ഒന്നാമത് ഞാൻ പറഞ്ഞു, ഇത് നീ ഒരു അഹങ്കാരിയാ. ഈ അഹങ്കാരി ആർക്ക് ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു സിംഹാസനം സ്ഥിരപ്പെടുത്തുവാൻ ഈ ഒരു മനുഷ്യനെ ദൈവം, ഈ ഒരു അഹങ്കാരിയെ ദൈവത്തിന് ആവശ്യമുണ്ടോ? അത് മനുഷ്യന്റെ മുമ്പിലാണ് ഒരു അഹങ്കാരി. പക്ഷെ സ്വർഗം തൂക്കി നോക്കിയപ്പോൾ he is a platform for the spirit of the Lord to work. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണത്തിന്റെ കീഴിൽ വന്നു. സ്വന്തം സഹോദരൻ പറയുന്ന ഒരു വാക്ക് കണ്ടോ? എടാ നികളം ഭാവമുള്ളവനെ, എടാ അഹങ്കാരിയെ, നീ വേറെ പണി പോയി നോക്കടാ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം തമ്പുരാന്റെ തെരഞ്ഞെടുപ്പ് കണ്ടോ? അതുകൊണ്ട് when God chooses, ദൈവം തമ്പുരാൻ ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നു എങ്കിൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് കോൺട്രറി ടു ഹ്യൂമൻ റീസൺ. മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കോ വിചാരങ്ങൾക്ക് അതീതമായിട്ടാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നത്. 2, അവിടെ നമ്മൾ വായിക്കുന്ന മറ്റൊരു കാര്യം കൂടെ അരുളി ചെയ്യുന്നു. അവിടെ ഒരു കാര്യമുണ്ട്. യഹോവ ശമൂവേലിനോട് വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നോക്കിക്കേ, ഇത് വാക്കുകൾ വെറുതെ വിട്ട് വായിച്ചു പോകാനുള്ളതല്ല. ഒരു കൽപ്പന പുറപ്പെടുന്നു. ഒരു വലിയ നിയോഗം കൈകളിൽ കൊടുക്കുന്നു. ഇത് ചെറിയ കാര്യമാണോ ഇവിടെ സംഭവിക്കുന്നത്? ഇനി ഈ അപ്പന്റെ ഡയമെൻഷൻ നമുക്കൊന്ന് നോക്കാം. ഈ അപ്പൻ എന്താ പറഞ്ഞത്? ഇനി ഒരു ഇളയവനുണ്ട്. ഇളയവൻ, ദ ലീസ്റ്റ് വൺ, അല്ലെങ്കിൽ എഴുതി തള്ളിയ വിധത്തിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം. ദ ലീസ്റ്റ് വൺ. 1, സഹോദരൻ പറയുന്നു, എടാ നീ ഒരു നിഗളഭാവമുള്ളവനാ, നീ അഹങ്കാരിയാ, നീ ഇത് പട കാണാൻ വന്നവനാ. അപ്പൻ പറയുന്ന, അപ്പന്റെ ഡയമെൻഷൻ നോക്ക്, ദ ലീസ്റ്റ് വൺ.
3, നമ്മളവിടെ കാണുമ്പോൾ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ശമൂവേലിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്, എന്താണ് തൻ്റെ കൈകൾ ലഭിക്കുന്നത് എന്നുള്ളത് തൻ്റെ കൈകൾ ഇതുവരെ ഒരുറപ്പുമില്ല. He had no idea എന്താ സംഭവിക്കാൻ പോകുന്നത്. മൂത്ത മകനിൽ കാര്യം തീർക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ തീർന്നില്ല. മറ്റൊരു കാര്യം കൂടെ അവിടെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ്റെ ഒരു ഇടപെടിയിൽ അവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? ശമൂവേലിനോട് ആ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ ശമൂവേലിനോട് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. The Lord is rebuking. അതാണ് മറ്റൊരു പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, 1-ാമത്തെ പോയിന്റാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഇറ്റ് ഈസ് കോൺട്രറി ടു ഹ്യൂമൻ റീസൺ. നമുക്കിതിൻ്റെ ആഴം അറിയത്തില്ല. ഒരു പഴയ പാട്ട് നിങ്ങൾക്കറിയാമല്ലോ, ആഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിൻവിളി കേട്ടു പിൻ ചെല്ലുവാൻ യാഹേ നീയൻ ദൈവം. ആ പാട്ടറിയാമോ? അർപ്പണം ചെയ്യും ആത്മനിയോഗത്താൽ അല്പമെനിക്കുന്നുള്ളതെല്ലാം ഉന്നതനേ തവ സേവയിൻ ജീവിതം, ഒന്നു മതി എനിക്കുലകിൽ യാഹേ നീ എൻ ദൈവം. എന്നെ പാട്ടാന്നറിയോ? ആഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയനേ നിന്റെ വിളി കേട്ടു. ശമൂവേലേ, അങ്ങിറങ്ങി തിരിച്ചപ്പോൾ, ഓ ദ ലോർഡ് ഈസ് റെബ്യൂക്കിംഗ്. അല്ല, നമ്പർ 1, നോ, നീ അവനെ നോക്കരുത്, അവൻ്റെ പൊക്കം നോക്കരുത്. ഞാനൊരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പുസ്തകം കിട്ടിയതാ. ആ പുസ്തകത്തിന് മനോഹരമായ ഒരു പേരുണ്ട്, ദ 7 സ്പെസിമെൻസ് ഓഫ് ഹ്യൂമാനിറ്റി. അത് ഈ ഈശായുടെ 7 മക്കളെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. അതൊന്നും വിശദീകരിക്കുന്നില്ല. ദ 7 സ്പെസിമെൻസ് ഓഫ് ഹ്യൂമാനിറ്റി. ഇപ്പോൾ അത് പുസ്തകം ഞാൻ നെറ്റിൽ പോലും സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ല. എന്നാൽ അവിടെ കണ്ടോ, എത്ര വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. 4, മറ്റൊരു പ്രത്യേകത നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ ശമൂവേലിനെ കുറിച്ച് ഈ ശമൂവേൽ ശൗലിനെ കുറിച്ച് എന്ത് ചെയ്യുക? ദുഃഖിക്കുന്നു. അവിടെ തന്നെ അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ഏതെല്ലാം നിലവാരത്തില യഹോവ അരുളി ചെയ്യുന്നു. നോക്കിക്കേ, മൂത്ത ജ്യേഷ്ഠൻ പറയുന്നു നീ ഒരു അഹങ്കാരി, അപ്പൻ പറയുന്നു ദ ലീസ്റ്റ് വൺ. 4, ഗോഡ് ഈസ് റെബ്യൂക്കിംഗ്. ശാസനകൾ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഒരു രാജസ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടി, ഒരു രാജസ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടി. നോക്കിക്കേ, ഏതെല്ലാം നിലവാരങ്ങളിലാണ് ഈ ശമൂവേല് എന്താ അവിടെ ചെയ്യുന്നത്? ശൗലിനെ ഓർത്ത് ദുഃഖിക്കുന്നു. എന്തുകൊണ്ടാണ്? അൺഹാപ്പി എക്സ്പീരിയൻസസ്. എന്തുകൊണ്ടാ ഇത്രയും ദുഃഖിക്കാനുള്ള കാരണം? എന്താണ് അവിടെ നമ്മൾ കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത്? നോക്കിക്ക്, ഇവിടെ എല്ലാം നോക്കിയ ഒരു പ്രത്യേകത കണ്ടോ? എ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി, an intellectual person, നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, a clever man. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഇവിടെ എല്ലാം ഈ ഒരു 7 സ്പെസിമെൻസ് ഓഫ് ഹ്യൂമാനിറ്റി നമുക്ക് കാണാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? ഏതൊരു തെരഞ്ഞെടുപ്പിനകത്തും വെൽ എഡ്യൂക്കേഷൻ ആവശ്യമല്ലേ? ഇന്റലക്ച്വൽ ബുദ്ധി ആവശ്യമല്ലേ? ക്ലവർ, ഒരു നല്ല ശൈലിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാകണ്ടേ? വേണം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ആ വാക്യം, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. അടുത്തത്,
ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. നോക്കിക്കേ, കുലഹീനമായത് അങ്ങോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും. കുലഹീനമായത്, ബലഹീനമായത്, the weak ones. എന്തുകൊണ്ടാ? അവിടെ ഒരു വലിയ ശാസനയുണ്ട്. നീ അവരുടെ മുഖമോ പൊക്കമോ നോക്കരുത്. ഇതാണ് മനുഷ്യൻ നോക്കുന്നതെങ്കിൽ സ്വർഗം നോക്കുന്നത് കണ്ടോ? അതുകൊണ്ട് ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ കാണുന്നു, ഇറ്റ് ഈസ് കോൺട്രറി ടു ഹ്യൂമൻ റീസൺ. ഈ ദാവീദിന്റെ സാക്ഷ്യം ഒന്ന് കേൾക്കാം. ഈ ദാവീദിന്റെ ജീവിത അനുഭവത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. 73-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. അതിന്റെ 22-ാമത്തെ വാക്യം. 73-ാം സങ്കീർത്തനം അതിന്റെ 22-ാമത്തെ വാക്യം. 73-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം. ഞാനൊരു പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു. അടുത്തത്, നിന്റെ മുൻപിൽ മൃഗം പോലെയായിരിക്കുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ. ഈ മൃഗം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഈ ദാവീദ് ഒരു മൃഗമാണെന്നാണോ പറഞ്ഞു വന്നത്? അല്ല. നമുക്ക് 22-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാനോ ഒരു മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. അതാണ് അതിന്റെ അർത്ഥം. ഒന്നുമില്ലാത്തവൻ. അല്ലെങ്കിൽ ഞാനൊരു മൃഗമാണെന്ന് പറയുന്നത് ഒരു പുലിയോ സിംഹമോ കരടിയോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും. ഈ ശിബോച്ചനൊരു ഈയുക്കാരനാ. അപ്പോൾ ഒരു പഴയൊരു പാട്ടുണ്ട്, അത് അന്നത്തെ കാലത്തൊക്കെ പാടിയൊരു പാട്ടാണ്. മനുഷ്യന്റെ ജനിതക കോടുവേറെ, കുരങ്ങിനും മനുഷ്യനും കോടുവേറെ, കുരങ്ങു മനുഷ്യനായി മാറിടുവാൻ തലമില്ല കാലങ്ങളേറിയാലും. അതുകൊണ്ട് പറയുക, ശാസ്ത്രമല്ല പരിണാമവാദം, ശാസ്ത്രത്തിൻ പേർ പറഞ്ഞ് മനുഷ്യനെ സൃഷ്ടാവിൽ നിന്നകറ്റാൻ മെനഞ്ഞൊരു കള്ളമല്ലേ. അത് ഇങ്ങനെയൊക്കെ ഇത് നാടക ശൈലിയിൽ പാടാൻ പറ്റിയൊരു പാട്ടാണത്. അതുകൊണ്ട് പോകട്ടെ. ഇതെന്ന്, ഞാനൊരു പൊട്ടനാ, ഞാൻ ഒന്നും അറിയാത്തവനാ, ഞാനൊരു ഒരു ഒരു എന്താ പറയുന്നത്, ഒരു മൃഗം എന്ന് പറയുമ്പോൾ ഞാനൊരു കൃമിയാ. പക്ഷേ ഈ ദാവീദിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വലിയ വെളിപ്പാട് പറയുന്നുണ്ട്. എടുക്കാം 22-ാം അധ്യായം, റെവലേഷൻ, വെളിപ്പാട് പുസ്തകം. ചിലർ വെളിപാടെന്ന് പറയും. പറയരുത്. വീണ്ടും ആവർത്തിക്കുന്നു, വെളിപാടല്ല, വെളിപ്പാടാണ്. അതുകൊണ്ട് റെവലേഷൻ 22, 22-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ഇതാരെക്കുറിച്ചാ പറയുന്നത്? ഒന്ന് വായിച്ചേ, ഒന്ന് ഉറക്കെ വായിച്ചാൽ സന്തോഷമാ. യേശു എന്ന ഞാൻ. ഇതിന്റെ ലെവല് മാറി. ആരെക്കുറിച്ചാ പറയുന്നത്? ദാവീദിനെ കുറിച്ചാ പറയുന്നത്. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോടിത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ആരെക്കുറിച്ച് സാക്ഷീകരിപ്പാനാ? ഞാൻ ദാവീദിൻ്റെ വേരുള്ളവനാ, അവൻ്റെ വംശജനാ. ബാക്കി ഉദയനക്ഷത്രമൊക്കെ എനിക്കിപ്പോൾ പറയാൻ ടൈമില്ല, ഇതൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നറിയോ? സഹോദരൻ പറഞ്ഞു, നീ ഒരു നിഗളിയാ. അപ്പൻ പറഞ്ഞു, ദ ലീസ്റ്റ് വൺ. ശമൂവേൽ പ്രവാചകന് കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലാകുന്നില്ല. റബ്യൂക്ക്, വൺ ആഫ്റ്റർ അതർ, റബ്യൂക്ക്, ശാസന, നോ, ഇത് മാത്രമാ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാനൊരു പൊട്ടനാ, ഞാനൊന്നും അറിയാത്തവനാ, ഞാനൊരു കൃമിയാ. പക്ഷേ ഐ ആം അറ്റാച്ച്ഡ് ടു മൈ ലോർഡ്. എൻ്റെ വേര് കിടക്കുന്നത് ഇവിടെയല്ല, എൻ്റെ വംശം കിടക്കുന്നത് എവിടെയാണ്? ഞാൻ ദാവീദിന്റെ വേരുള്ളവനാ. പ്രിയപ്പെട്ടവരെ, നോക്കുക, ഈ ദാവീദിന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്ക്. ഈ ദാവീദിന്റെ ജീവിതം, he was rooted in Christ. എന്തുകൊണ്ടാണ് he was rooted in Christ എന്ന് പറയാനുള്ളൊരു കാര്യം? തൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളൊന്നും എടുത്തു നോക്ക്. ശൗല് നിരന്തരം ഉപദ്രവിക്കാൻ ഏതെല്ലാം മാർഗങ്ങൾ നോക്കുന്നുണ്ടോ? ദാവീദിന് ഒരു കാര്യം കയ്യിൽ കൊടുത്തിട്ടുണ്ട്, ഒരു കിന്നരം കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ കിന്നരം വായിച്ചാൽ ശൗലിൻ്റെ ഏത് അസുഖവും മാറിക്കിട്ടും. ദൈവത്തിന് സ്തോത്രം. അത് ജീവിതത്തിൻ്റെ ചില ഇടനാഴികളിലൂടെ താൻ രൂപപ്പെട്ട
രൂപപ്പെടുത്തിയെടുത്ത സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ സാക്ഷീകരിച്ചു, ഇവന്റെ വേര് എൻ്റെ കയ്യിലാണ്, അവനെ ഞാനാ വളർത്തിയത്. ദൈവത്തിന് സ്തോത്രം. അവനൊരു പൊട്ടനെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ, ഒരു കൃമിയെ പോലെ, ഒരു മൃഗത്തെ പോലെ, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെ പോലെ. എന്നിട്ടും ഞാൻ നിന്റെ അടുക്കലിരുന്നു, എന്നെ അവിടുന്ന് വളർത്തി. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം പറഞ്ഞ് അതിന് മുമ്പോട്ട് പോകട്ടെ. എന്താ എൻ്റെ കാര്യമെന്നറിയാമോ? വളരെ സിമ്പിളായ റീസൺ ആണ്. കാരണം വേറൊന്നും കൊണ്ടുമല്ല. ഒരുവന്റെ കൈകളിൽ കൊടുക്കുന്ന ഒരു സ്പിരിച്വലായ ഒരു ആയുധമുണ്ട്. അതിന് പറയുന്ന പേരാണ് കിന്നരം. ആ കിന്നരം മറ്റ് ശൗലിന്റെ കയ്യിൽ കൊടുത്തത് വാളാണെങ്കിൽ, ഉപദ്രവിക്കാനുള്ള വഴിയാണെങ്കിൽ, ഒരു ദൈവ പൈതലിന്റെ കൈകളിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ കൊടുക്കുന്ന ഒരു ആയുധമുണ്ട്. അതെന്തിനാണെന്നറിയാമോ? ശത്രുവിന് പോലും സൗഖ്യം ലഭിക്കുന്ന, ശത്രുവിന് പോലും വിടുതൽ കൊടുക്കുന്ന ഒരു കിന്നരം എൻ്റെ ഉള്ളിൽ ആര് തന്നു? എന്നെ മെനഞ്ഞെടുത്തപ്പോൾ എൻ്റെ കൈകളിൽ തന്ന, എൻ്റെ ഉള്ളിൽ തന്ന ഒരായുധമാണ് കിന്നരം. ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധി അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ God gives us a gift. എന്തിനാണെന്നറിയാമോ? ചില മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ചില സാമ്പത്തിക തകർച്ചയ്ക്കകത്തൂടെ കടന്നുപോയവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബ വഴക്കിനകത്ത് പ്രയാസങ്ങൾ അനുഭവിച്ച അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? വേണ്ട. ഏതെങ്കിലും പറയാൻ കഴിയാത്ത നാറ്റം വമിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? യെസ്, ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരു ഗിഫ്റ്റ് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നിങ്ങളുടെ കൈകളിൽ തന്നിട്ടുണ്ട്. God is revealing the spiritual gift. ദാവീദേ, നിന്റെ കൈകളിൽ ഒരായുധം ഞാൻ തന്നിട്ടുണ്ട്. ആയുധം എന്തിനാണെന്നറിയാമോ? നിന്നെ ഉപദ്രവിക്കുന്നവൻ നിരന്തരം നിനക്കെതിരെ ഉപദ്രവത്തിന്റെ, ശകാരത്തിന്റെ, അല്ലെങ്കിൽ ശാപത്തിന്റെയോ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ അവന് വേണ്ടി നീ 2 പാട്ടുപാട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതായിരിക്കട്ടെ, ഈ ദാവീദിന് കിന്നരം വായിക്കും. ശൗലിന് 2 കൂട്ടം കാര്യം കിട്ടും. ഒന്ന് ആശ്വാസം കിട്ടും, മറ്റൊന്ന് സുഖം കിട്ടും. നമ്പർ 2, അതാണ് ഒന്നാമത് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ പദ്ധതി എന്തുവാ? ഇറ്റ് ഇസ് കോൺട്രറി ടു ഹ്യൂമൻ റീസൺ. മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും അതീതമാണ്. 2, രണ്ടാമത്തെ കാര്യം, ഞാനിത് ഈ ഭാഗം വായിക്കുമ്പോൾ കാണുന്നൊരു കാര്യം, അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 7-ാമത്തെ വാക്യം വായിച്ചു തരാമോ? എൻ്റെ 7-ാമത്തെ വാക്യം. അടുത്തത്. ദൈവത്തിന് സ്തോത്രം. നമ്പർ 2, രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. ഇറ്റ് ഈസ് കണ്ടീഷൻഡ് അപ്പോൺ ഹാർട്ട് റെസ്പോൺസ്. ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ഉളവാകുന്ന പ്രതികരണത്താൽ ഇറ്റ് ഈസ് കണ്ടീഷൻഡ്. AC പോലെയാ. ഇറ്റ് ഈസ് കണ്ടീഷൻഡ് അപ്പോൺ ഹാർട്ട് റെസ്പോൺസ്. ഹൃദയത്തിൻ്റെ പ്രതികരണം. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരു കാര്യം നമുക്ക് കാണാം. എന്താണെന്നറിയാമോ? ഈ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ ഈശായുടെ അടുക്കലേക്ക് അയക്കുകയാണ് ശമൂവേലിനെ. അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. ഞാൻ എങ്ങനെ പോകും? എങ്ങനെയാണ് ഞാൻ പോകേണ്ടത്? അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? കൊമ്പിൽ തൈലം നിറയ്ക്കുക. നമുക്ക് നോക്കാം ഇതെന്താണ് ഇതിനെ സൂചിപ്പിക്കുന്ന കാര്യം. കൊമ്പിൽ തൈലം നിറയ്ക്കുക. കൊമ്പിൽ തൈലം നിറയ്ക്കുക. എന്താ അവിടെ നമുക്ക് കാണാവുന്ന ഒരു പ്രത്യേകത? ഒരു വാക്യം, മറ്റൊരു വാക്യം എടുത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. യേശു സ്നാനമേറ്റ ഉടനെ പ്രാവെന്ന പോലെ. കണ്ടോ? ഇവിടെ കാണുന്ന പ്രത്യേകത എന്തുവാണ്? കൊമ്പിൽ തൈലം. ഇവിടെ കർത്താവ് സ്നാനമേറ്റ ഉടനെ എന്താ കാണുന്നത്? പ്രാവെന്ന പോലെ.
ഇതെന്തിനെയാ കുറിക്കുന്നത്? അടുത്തൊരു വാക്യം ഒന്ന് വേണമെങ്കിൽ വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. പ്രത്യക്ഷമായി ഞാൻ ചോദിച്ചോട്ടെ, ഈ 3 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ഏതെങ്കിലും പള്ളികൾ എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പിളർന്ന നാവ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ പള്ളികളിൽ? ഇല്ല. പിന്നെ ഇതെന്തുവാ കാണിക്കുന്നത്? ഇതെന്തുവാ ഇത്? പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മളിവിടെ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ച ഒരു കാര്യം? ഈ പലരുടെയും ഹൃദയം നോക്കി ഇവിടെ ഒരു പ്രത്യേകമായ ഒരു അനോയിൻമെന്റാണ് നടക്കുന്നത്. എന്താണെന്നറിയാമോ? ഇതാണ് ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദി റെസ്പോൺസ് ഓഫ് അവർ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രതികരണമായി ലോകത്തിന്റെ മുൻപിൽ എന്നെ വെളിപ്പെടുത്തുവാൻ. എങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഇവിടെ ദാവീദിന്റെ ജീവിതം എടുത്തു നോക്ക്. എന്തുകൊണ്ടാണ് ഇന്നും ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടും അവസാനിക്കാത്തത്? ദാവീദിലൂടെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ വെളിപ്പെടുത്തി. യെസ്, അതുപോലെ തന്നെയാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്ലാറ്റ്ഫോമായി സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈകളിൽ കൊടുത്താൽ, ഗോഡ് വിൽ നോട്ട് റിവീൽ മീ, എന്നെ വെളിപ്പെടുത്താനല്ല ദൈവത്തിന്റെ ഉദ്ദേശം, എന്നിലൂടെ തൻ്റെ പുത്രനെ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ദൈവത്തിന്റെ ഉദ്ദേശം. യെസ്, ടു റിവീൽ ഹിസ് സൺ. നോക്കിക്കേ, എത്ര വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതെന്തിൻ്റെ ഒരു സൂചനയാ? സ്വർഗത്തിലെ ദൈവം തമ്പുരാനും ദാവീദും അവരുടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിപരമായ ഒരു ബന്ധത്തിൻ്റെ പുറമെയുള്ള ഒരടയാളമായി അതിനെ കാണുകയാണ്. ദൈവത്തിന്റെ സഭ രൂപപ്പെട്ടപ്പോൾ പിളർന്ന നാവ് എന്തിനെയാ? അത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിന്റെ സഭയാണെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയ ഒരു മുഖാന്തരമാണത്. തന്റെ പുത്രന്റെ രഹസ്യ ജീവിതത്തിൽ പിതാവ് പ്രസാദിച്ചതിന്റെ ഒരടയാളമായി ഒരു പ്രാവെന്ന രൂപത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. അല്ലാതെ ഇവിടുത്തെ വിഷയം പ്രാവോ നാവോ അല്ല. പബ്ലിക് അറ്റസ്റ്റേഷൻ, ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അവിടെ കാണുന്നത്. ഈ മനുഷ്യന്റെ ഹാർട്ട് റെസ്പോൺസ് കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇപ്പോൾ 1 മണിക്കൂറാകും. എന്താണത്? ഈ മനുഷ്യന്റെ ഹൃദയം പറയുന്ന, പങ്കിടുന്ന ഒരേ ഒരു സങ്കീർത്തനമുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, 23-ാമത്തെ സങ്കീർത്തനം. കാണാതറിയാമല്ലോ, ഞാൻ വേഗത്തിൽ ചില കമ്പിവാചങ്ങളിലൂടെ പോയി പറഞ്ഞു തരാം. എന്താണത്? അനേകരുടെ ഹൃദയത്തെ താൻ നോക്കി, ദൈവം തമ്പുരാൻ നോക്കി. നോക്കിക്കേ, ഡേവിഡ്സ് ഹാർട്ട് വാസ് എ ഡിഫറെന്റ് ഹാർട്ട്. താനത് വെളിപ്പെടുത്തി. എന്താണത്? 23-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും കാണാതെ പറയാമോ? യഹോവ എന്റെ ഇടയൻ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തുവാ? നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ മനുഷ്യന്റെ ഹൃദയം താൻ പ്രദർശിപ്പിക്കുക. യഹോവ എന്റെ ഇടയൻ, എ ബിലീവിംഗ് ഹാർട്ട്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്, എ ബിലീവിംഗ് ഹാർട്ട്. കാരണം എന്താ? നമ്മളിത് ചുമ്മാതെ സങ്കീർത്തനം വായിച്ചു പോകരുത്. എന്തുകൊണ്ടാണത്? കാസ്റ്റിംഗ് ഹിംസെൽഫ് അപ്പോൺ ദ ലോർഡ്. തൻ്റെ ദൈവത്തിന്റെ മുൻപാകെ തന്നെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് നമുക്ക് അവിടെ കാണാവുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടെ കാണാൻ കഴിയുന്നത്. കാസ്റ്റിംഗ് അപ്പോൺ ദ ലോർഡ്, എ ബിലീവിംഗ് ഹാർട്ട്. നോക്കിക്കേ, അതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ആ രഹസ്യ ജീവിതത്തിൽ ഈ മനുഷ്യന്റെ ജീവിതം വെളിപ്പെടുത്തുകയാണ്. അതാണ് അവിടെ കാണുന്നത്. ദാവീദ് അന്നേരം എവിടെയാണ്? തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാ. എന്തെല്ലാം ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ താൻ കടന്നുപോയിട്ടുണ്ട്. അപ്പൻ ഒരുപക്ഷെ നിരസിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സഹോദരൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം. പല അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇവിടുത്തെ ആ മനോഹരമായ കാഴ്ച കണ്ടോ? ഈ ഒരു കാലഘട്ടങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തൂക്കി നോക്കിയപ്പോൾ അത് ദൈവത്തിന് മനസ്സിലായി, സ്വർഗത്തിന് മനസ്സിലായി, he had a believing heart. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. 1-ാമത്തെ കാര്യം, യഹോവ
എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. കാരണം എന്തുകൊണ്ടാ? ഐ ബിലീവ് ഇൻ ഗോഡ്. അച്ഛന്മാരുടെ മീറ്റിങ്ങിനെ കുറിച്ച് സൈമൺ അച്ഛൻ പറഞ്ഞല്ലോ, വിശ്വാസത്തെക്കുറിച്ചാ. നമ്മളിൽ നിന്ന് വിശ്വാസം പോയിപ്പോകുന്ന ഈ ഒരു കാലയളവിൽ, കുഞ്ഞുങ്ങളിൽ വിശ്വാസമില്ലാതിരിക്കുമ്പോൾ ഒന്നും വേണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആവശ്യത്തിന് വേണ്ടി വെല്ലൂർ പോയിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു അപ്പനും അമ്മയ്ക്കും 2 ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചു. അവിടെ കണ്ട ഒരു കുഞ്ഞിൻ്റെ ആ വേദനാജനകമായ ഒരവസ്ഥ. 4 മാസമേ ഉള്ളൂ, 2 കുഞ്ഞുങ്ങൾക്കും ബ്ലഡ് ക്യാൻസർ. ആ അപ്പനും അമ്മ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ കാണിച്ചു? അവർ ഫെയ്ത്ത് ഈസ് ബീങ് ക്വസ്റ്റ്യൻഡ്. എന്തിന് ഞാൻ വിശ്വസിക്കണം? ഞാൻ ആരിൽ ഞാൻ വിശ്വസിക്കണം? ഇവിടെ നോക്കിക്കേ, ഇവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യം കണ്ടോ? He had a believing heart. He had a believing heart, casting himself upon the Lord. നോക്കുക, എത്ര മനോഹരമാണ് അത്. റെസ്പോൺസായി കാണുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളവിടെ കാണുന്നത്. 2-ാം വാക്യം എന്താ പറയുന്നത്? 23:2. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഹൃദയം എ ബിലീവിങ് ഹാർട്ട്, രണ്ടാമത്തേത് എ മെഡിറ്റേറ്റീവ് ഹാർട്ട്, ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ ഒരിത് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത ഒരു കാര്യം ഈ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. എ മാൻ ഹു മെഡിറ്റേറ്റ്സ് ഓൺ ദ ലോർഡ് വിൽ ബി മാർക്ഡ് ബൈ ക്വയറ്റ്നസ്. ശാന്തത കാണും. കണ്ടോ, ഇവിടെ എന്താണ്? ഈ എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ദാവീദിന് ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 2-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. എ ലൈഫ് മാർക്ഡ് ബൈ ക്വയറ്റ്നസ്. ശാന്തത. ഞാൻ ചോദിച്ചോട്ടെ, ധൃതിയോടെ തിടുക്കത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നു നമ്മൾ എന്തെല്ലാം വേവലാതിപ്പെട്ടാണ് ഓടുന്നത്. നമുക്ക് എങ്ങും ചെന്നിട്ടൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഒന്നുമില്ല. ഒന്നെടുത്ത് നോക്ക്, നമ്മുടെ ജീവിതം തിരക്കാണ്. പക്ഷെ ഒരു കാര്യം ഞാനിവിടെ നിന്ന് ധൈര്യത്തോടെ പറയട്ടെ, എ മാൻ ഹു മെഡിറ്റേറ്റ്സ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം ധ്യാനിക്കുന്നവന്റെ ഹൃദയം അവൻ ശാന്തനാണ്. അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളും അവനെ ബാധിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് മാർക്ഡ് ബൈ ക്വയറ്റ്നസ്. അതാണൊന്ന്, ബിലീവിങ് ഹാർട്ട്. 2, എ മെഡിറ്റേറ്റീവ് ഹാർട്ട്, ധ്യാനിക്കുന്ന ഹൃദയം. 3, അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാമോ? 23-ാം സങ്കീർത്തനത്തിലെ 3-ാമത്തെ വാക്യം. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പ്രാണനെ, അടുത്തത്, നീതിപാതകളിൽ നടത്തുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ 3-ാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? എ ഹാർട്ട് സീക്കിംഗ് ഫോർ ഹോളിനെസ്. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. എ ഹാർട്ട് സീക്കിംഗ് ഫോർ ഹോളിനെസ്. ഒത്തിരി പറയാനുണ്ട് ഈ കാര്യങ്ങളെല്ലാം. നോക്കിക്കേ, എന്തുകൊണ്ടാ? അതായത് താൻ വിശുദ്ധിയിൽ നിന്ന് ഒരുപാട് അകന്നൊരു മനുഷ്യനാ, പക്ഷെ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Even though I walk through the valley of the shadow of death. അതെന്താ കാണുന്നത്? 4-ാമത്തെ തൻ്റെ ഹൃദയമാണ് അവിടെ കാണുന്നത്. എന്താണ് ഈ അദ്ദേഹം കാണിക്കുന്ന മറ്റൊരു പ്രത്യേകത? റെസ്പോൺസ് ഓഫ് ഹിസ് ഹാർട്ട്. എന്താ കാണിക്കുന്നത്? എ കോൺഫിഡൻറ്റ് ഹാർട്ട്. എ കോൺഫിഡൻറ്റ് ഹാർട്ട്, ഉറപ്പുള്ള. അതുകൊണ്ട് ഒരു വാക്യം വേണമെങ്കിൽ വായിച്ചോ. അത് 57-ാം സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യമാണ്. 57-ാം സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും? 57-ാം സങ്കീർത്തനം, അതിൻ്റെ 7-ാമത്തെ വാക്യം. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. അടുത്ത എന്താണെന്നറിയാമോ? ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ആ മനുഷ്യൻ്റെ ഹൃദയമാണ് അവിടെ പകരുന്നത്. റെസ്പോൺസ് ഓഫ് ദി ഹാർട്ട്. 1,
വിശ്വസിക്കുന്ന ഹൃദയം, എ ബിലീവിംഗ് ഹാർട്ട്. 2, ധ്യാനിക്കുന്ന ഒരു ഹൃദയം, എ മെഡിറ്റേറ്റീവ് ഹാർട്ട്. 3, എ ഹാർട്ട് സീക്കിംഗ് ഫോർ ഹോളിനെസ്, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം. വിശുദ്ധനായിട്ടില്ല, വിശുദ്ധിയിലെത്തിയിട്ടുമില്ല, പക്ഷെ വിശുദ്ധനായി വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം. 4, എ കോൺഫിഡന്റ് ഹാർട്ട്, ഉറപ്പിക്കുന്ന. ഇങ്ങനെ പോയാൽ ഈ സങ്കീർത്തനങ്ങളിൽ ഞാൻ ഈ പ്രസംഗം ഇവിടെങ്ങും തീരത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ദാവീദിൻ്റെ ജീവിതത്തിൽ ജന്മനാൽ കിട്ടിയ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇതെപ്പോഴാണ് കിട്ടിയെന്നറിയാമോ? ഒരു സങ്കീർത്തനം വായിച്ചു തരാം. ദാവീദിൻ്റെ ആയതുകൊണ്ട് സങ്കീർത്തനം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 51-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. 51-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. തീർന്നില്ല, നോക്കിക്കേ. എൻ്റെ ജീവിതത്തിൽ അകൃത്യമുണ്ട്. അല്ലെ, ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചാലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ അടിക്കാനും പിടിക്കാനും ഒക്കെ അവരെ ആര് പഠിപ്പിച്ചിട്ടാ? ഞാൻ അകൃത്യത്തിലാണ് ഞാൻ ഉരുവായത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ. പക്ഷെ അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? അന്തർഭാഗത്തിൽ നീ എനിക്കൊരു സത്യമിട്ട് തന്നു, ഈ സത്യമാണ് എന്നെ വളർത്തിയത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏത് വ്യക്തിക്കും, ദാവീദിന് മാത്രമല്ല, there is a chance. അകൃത്യത്തിൽ ഞാൻ ഉരുവായവനാ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചവനാ, പക്ഷേ എൻ്റെ അന്തർഭാഗത്തിൽ ഒരു സത്യമിട്ട് തന്നുവെങ്കിൽ that is my response of my heart. എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പാണ്. എന്താണത്? എ ബിലീവിംഗ് ഹാർട്ട്, എ മെഡിറ്റേറ്റീവ് ഹാർട്ട്, ധ്യാനിക്കുന്ന ഒരു ഹൃദയം, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം, ഉറപ്പുള്ളൊരു ഹൃദയം. ഞാൻ ഇനി അധികം കൂടുതൽ അതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, പക്ഷെ ഞാൻ വളർന്നത് എങ്ങനെയാണെന്നറിയാമോ? ദാവീദിൻ്റെ വേര് എന്നെ വളർത്തിയെടുത്തു. ദാവീദിൻ്റെ വേര് എന്നെ വളർത്തിയെടുത്തു. ഈ മനുഷ്യൻ്റെ റെസ്പോൺസ് ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ നിർത്താം. 139-ാം സങ്കീർത്തനം അതിൻ്റെ 23-ഉം 24-ഉം വാക്യം ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും? 139-ാം സങ്കീർത്തനത്തിലെ 23-ഉം 24-ഉം വാക്യങ്ങൾ നോക്കിക്കേ. ഇതാണ് ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു സിംഹാസനം സ്ഥിരപ്പെടാൻ പോകുന്നതിന് മുൻപായി സ്വർഗത്തിലെ ദൈവം നമ്പുരാൻ ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്നു. അതാരെങ്കിലും ആകാം. അത് മനുഷ്യൻ്റെ കണ്ണുകളിൽ, അത് ഇന്നുവരെയും മനുഷ്യൻ്റെ കണ്ണുകളിൽ അത് പതിഞ്ഞിട്ടില്ല. കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്ക്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. നീ എനിക്കൊരു ശരീരം ഒരുക്കി, അനനയാഗത്തിലും ഭോജനയാഗത്തിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം നമ്പുരാൻ ഒരു സിംഹാസനം ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. പക്ഷെങ്കിൽ ദാവീദിൻ്റെ ധ്യാനാത്മകമായ ആ ജീവിതം, ഉറപ്പുള്ള തൻ്റെ ഹൃദയം എവിടെ വെച്ചാണ് ഉറപ്പിച്ചത്? ആടുകളെ മേച്ചുകൊണ്ടിരുന്നപ്പോഴാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും മലയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ തന്നെ ഏകനായിരുന്നപ്പോഴാണോ? രാത്രിയിലെ യാമങ്ങളിലാണോ? അറിയത്തില്ല. പക്ഷെ തന്നെ രൂപപ്പെടുത്തിയെടുത്തു ആ വേരുള്ളവൻ. ആ വേരുള്ള മനുഷ്യൻ പറയുക. ആ വാക്യം ഒന്ന് വായിക്കാമോ? 139-ന്റെ 23, 24 ഒരു പ്രാവശ്യം കൂടെ വായിച്ചേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. അടുത്തത്, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. അവിടെ എല്ലാം കാണുന്ന കാര്യം, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി. അതാണ് ഇന്ന് രാത്രികാലം ആവശ്യം.
പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളൊക്കെ നമ്മുടെ മിനിസ്ട്രിയിൽ നമ്മൾ ഫെയിലാകാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, സോ ആ ഒരു കോൺഫിഡൻസിൽ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഈ ദാവീദ് ഒരു മനോഹരമായ ഒരു ഉദാഹരണമാണ്. എത്ര വലിയ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഹൃദയമുണ്ടെങ്കിലും എന്നെ ഒന്ന് ശോധന ചെയ്യണമേ, എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമേ, എൻ്റെ ജീവിതത്തിൽ വ്യസനത്തിനുള്ള വഴികളുണ്ടോ എന്ന് നോക്കി ശരിയായ വഴിയിൽ തന്നെയാണോ ഇത്രയും വർഷമായി നടന്നതെന്ന് ഒന്ന് നോക്കുവാൻ എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമേ. എക്സാമിൻ യുവർ സെൽഫ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും നമ്മൾക്കൊരു ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം. ഇന്ന് നമുക്ക് കർത്താവിനെ സാക്ഷീകരിപ്പാൻ നമുക്ക് ശക്തിയില്ല. നമ്മുടെ മുഖത്ത് രക്ഷയുടെ സന്തോഷം നമ്മുടെ മുഖത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ വ്യക്തിത്വത്തിൽ എവിടൊക്കെയോ ചില പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു. ആത്മീക ജീവിതം എവിടൊക്കെയോ ഒരു റിയാലിറ്റി അല്ലാതെ നമ്മൾ ജീവിക്കുന്നു. പലരിലും പരിശുദ്ധാത്മാവുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിഴലിടുന്ന അനുഭവങ്ങളില്ല. ഇതൊരു വളരെ ആഴമേറിയ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. വി ഹാവ് ദിസ് ഹോളി സ്പിരിറ്റ് ഇൻ us ബട്ട് നോട്ട് upon us. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മേൽ വസിക്കുമ്പോൾ ഞാൻ ആരായി മാറുന്നു? ഒരു രാജകീയ സിംഹാസനം ഉറപ്പിക്കുന്നതിൻ്റെ ഒരു ചാലകമായി ഞാൻ മാറുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുന്ന് വരാൻ പോകുകയാണ്. ഏത് നിമിഷമെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ആ സിംഹാസനം ഉറപ്പിക്കുവാൻ ലെറ്റ് us have a meditative heart. Let us have a bold heart. ഹൃദയം നമുക്കൊന്ന് ഉറപ്പിക്കാം പ്രിയപ്പെട്ടവരെ. എവിടെയെല്ലാമാണോ നമ്മൾ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചത്, എ കോൺഫിഡൻറ്റ് ഹാർട്ട്, എ ബിലീവിങ് ഹാർട്ട്, വിശ്വസിക്കുന്ന ഒരു ഹൃദയം നമ്മളുണ്ടാകട്ടെ. എത്ര വലിയ കോൺഫിഡൻ്റ് ആണെങ്കിലും നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മളോട് ഇടപെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഒത്തിരി വഴികൾ നോക്കിക്കൊണ്ടിരിക്കുക. ബട്ട് ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ ബെറ്റർ മാൻ. എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ദൈവമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളോട് ഇടപെട്ട അവിടുത്തെ വലിയ പദ്ധതികൾക്കായി വാഴ്ത്തുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വിലയേറിയ സത്യങ്ങളെ ഞങ്ങളിൽ നിന്ന് മറന്നേക്കി വ്യസനത്തിനുള്ള വഴി എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ വഴിയിൽ എന്നെ നടത്തണം. കർത്താവെ, അവിടുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് തൂക്കി നോക്കുമ്പോൾ കർത്താവ്, ഈ ഉറപ്പുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. ധ്യാനിക്കുന്നൊരു ഹൃദയം എനിക്ക് തരണമേ. വിശ്വസിക്കുന്നൊരു ഹൃദയം എനിക്ക് തരണമേ. അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അവസരങ്ങളെ തരണമേ. കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായി നന്ദി. കേട്ട വചനം അതിനോട് റെസ്പോണ്ട് ചെയ്ത് അവിടുത്തെ മക്കൾക്കായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ഇപ്പോൾ പാട്ടുപാടും